NUSൻ്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ കാണാത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് NUSൻ്റെ ഞാൻ പഠിച്ചപ്പോഴുള്ള സർട്ടിഫിക്കറ്റാണിത്. ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ അഡ്മിഷനൊക്കെ എടുത്തത്. അപ്പം നഴ്സിംഗ് എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടോ NUS ചൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നഴ്സിങ്ങിലോട്ട് വരാനാണ് താല്പര്യമെങ്കിൽ എന്തായാലും മലയാളം, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ബയോളജി, ഫിസിക്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അതെന്തായാലും പഠിച്ചിരിക്കണം. ഞാൻ മാത്സ് ഇവിടെ എടുത്തിട്ടില്ല. ഞാൻ അതിനും പകരം ഇവിടെ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് എടുത്ത്. അതുപോലെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഓരോ സബ്ജക്റ്റിനും വരുന്ന മാർക്ക് 100-ലാണ്. അപ്പോൾ 6 സബ്ജക്റ്റ് എന്തായാലും എടുക്കണം. 6 സബ്ജക്റ്റിന് വെച്ചാൽ 600 മാർക്ക് വരും. അപ്പം ഇവിടെ തിയറിയും ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്, അസൈൻമെൻറ്റ്സും ഉണ്ട്. ടോട്ടലും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 100-ൽ എത്രയാണ് കിട്ടിയത്, തിയറിക്ക് എത്രയാണ്, അതുപോലെ പ്രാക്ടിക്കലിന് എത്രയാണ്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഇവർ ടോട്ടൽ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്രേഡ് വരുന്നുണ്ട്. ഗ്രേഡ് വരുന്നത് എന്താ, C ഗ്രേഡ്, D ഗ്രേഡ്, A ഗ്രേഡ്, B ഗ്രേഡ്, അങ്ങനെ എല്ലാ ഗ്രേഡും വരുന്നുണ്ട്. അപ്പം നല്ല മാർക്ക് എടുക്കുകയാണെങ്കിൽ അത് A ഗ്രേഡും A+ഉം അങ്ങനെ ഗ്രേഡ് കിട്ടും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് Cയും Dയും ആണ്. അപ്പോൾ ഇവിടെ റിസൾട്ട് എന്ന് പറഞ്ഞ് താഴത്ത് കൊടുത്തിട്ടുണ്ട് പാസ് എന്ന് പറഞ്ഞിട്ട്. മേ ബി ഫെയിൽ ആവുകയാണെങ്കിൽ ഇവർ ഇവിടെ ഫെയിൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ഇതെന്താണ്, പാസ്സായ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ NUSൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്നുള്ള ഒരു ഇതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. കാരണം ഈ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഞാൻ ഓൾറെഡി കോളേജിൽ കൊടുത്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കാണിച്ചു തരാൻ പറ്റാത്തത്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തത്. ഇനി ആർക്കെങ്കിലും ഒറിജിനൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കുക. ഓക്കെ.